Meet the editors. ഹിജാബ് വിവാദം തുടരുന്നുവെന്നാണ് ചോദ്യം. സ്മൃതി, ഒരുപക്ഷെ സാംസ്കാരിക കേരളം ഒട്ടും ആരോഗ്യത്തോടുകൂടിയോ ചർച്ച ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ് ഹിജാബ്. ആ മട്ടിലേക്ക് അത് വളർന്നിട്ടുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും. അതിനിടയിൽ 2 കുട്ടികൾ കൂടി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് TC വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹിജാബ് വിവാദം തുടരുകയാണോ? ഇത് അവസാനിക്കുന്നില്ലേ? ഹിജാബ് വിവാദം അവസാനിക്കേണ്ടതാണ്, പക്ഷെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു കൃത്യമായ തീരുമാനം വരാത്തത് കൊണ്ടാണ് നമ്മളിത് സഭ വേഴ്സസ് മുസ്ലിം സമുദായം എന്ന രൂപത്തിൽ കാണുകയേ വേണ്ട. കാരണം അത് സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആ കുട്ടി 8ാം ക്ലാസ്സിലെ പെൺകുട്ടി ആ സ്കൂളിൽ പഠിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. ആ സ്കൂൾ അധികൃതർ ഇതുവരെ തീരുമാനത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം BJP നിലപാടിന് അനുകൂലമായ പ്രതികരണമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. BJP എടുത്ത നിലപാടിന് BJPയിലെ ചില നേതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുപോലും നമ്മൾ ഷോൺ ജോർജിന് നന്ദി പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് അവിടുത്തെ PTA പ്രസിഡന്റ് സ്വാധീനമൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനുശേഷം ഇന്നിപ്പോൾ 2 കുട്ടികൾ കൂടി സഹോദരങ്ങളാണ്, 2ലും 3ലും പഠിക്കുന്ന 2 കുട്ടികൾ. അവരുടെ മാതാവാണ് നമ്മളോട് പ്രതികരിച്ചത്. അവരെ കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നില്ല, അവരെ കൂടി അവിടെ നിന്ന് മാറ്റുകയാണ്. ഈ ഹിജാബ് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പ്രതിഷേധം അവിടെ അറിയിച്ചിട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചു. പ്രിൻസിപ്പലിനോട് സംസാരിച്ചിട്ടില്ല, ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നിസ്സഹായരാണ്, അതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവർ മാറാൻ പോകുന്നത് മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് തന്നെയാണ്, പള്ളുരുത്തിയിൽ തന്നെയാണ്. ആ സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് വേണമെങ്കിൽ ഹിജാബ് ധരിക്കേണ്ട സമയം വരുമ്പോൾ വേണമെങ്കിൽ ധരിക്കാമെന്ന് പറഞ്ഞു. ചെറിയ കുട്ടികളാണ്, ഇപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ആ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനാണോ കുട്ടിയുടെ ഇഷ്ടത്തിനാണോ ഹിജാബ് ധരിക്കുക? കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അതിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞു. ഇത് ഒരു നേരിയ വരയാണ്. അതായത് കുട്ടികൾ ആഗ്രഹിക്കുക, കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കുക, രണ്ട് വിഷയമാണല്ലോ. അത് VP സുഹ്റ നേരത്തെ സാരിത്തലപ്പ് മാറ്റിയൊരു വിഷയമുണ്ടായിരുന്നു. ഞാൻ തന്നെ നടത്തിയൊരു ചർച്ചയിലായിരുന്നു. അന്ന് മൗലികവാദികളുടെ പ്രതികരണമായിരുന്നു. അതായത് തട്ടമിടാത്ത സ്ത്രീകൾ മോശം സ്ത്രീകളാണ് എന്നാണ് പറഞ്ഞത്. അന്നാണ് അവർ തലയിൽ നിന്നും സാരിത്തലപ്പ് മാറ്റിയത്. അപ്പോൾ അതിനൊപ്പം നമ്മൾ നിൽക്കുകയായിരുന്നു. അത് സ്ത്രീകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അവരുടെ വിശ്വാസം, അവരുടെ നിലപാട്, അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആത്യന്തികമായി. അപ്പോൾ അതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇതിലെ കുട്ടി അത് ഇടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്കൂളിൽ വരുന്നു. ആ കുട്ടിയെ കണ്ടാൽ ഭയമാണെന്ന് ആ പ്രിൻസിപ്പൽ പറഞ്ഞ വാക്കാണ് ഏറ്റവും ഗുരുതരമായ വിഷയം, ഏറ്റവും അപകടകരമായ വിഷയം. ആ ഭയം അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുമെന്ന് വരുത്തി തീർക്കുകയും ആ കുട്ടികൾക്ക് ഈ കുട്ടിയോടുള്ള സമീപനം എന്താണെന്ന സംശയമൊക്കെ ഉയരുകയും ചെയ്യുന്നു. ഏതായാലും ഇനി അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് ആ പിതാവ് തീർത്തു പറയുന്നു. മറ്റ് മക്കളെയൊക്കെ എത്രത്തോളം ഉന്നത വിദ്യാഭ്യാസം അവർ നൽകിയിട്ടുണ്ട്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ ലണ്ടനിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതാണ്. അപ്പോൾ ഈ കുട്ടിയും മറ്റൊരു സ്കൂളിലേക്ക് പോകും. സർക്കാർ അക്കാര്യത്തിൽ വേണമെങ്കിൽ സർക്കാർ സ്കൂൾ എന്നുള്ള ഒരു വാഗ്ദാനം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും കോടതിയിൽ നിന്നുള്ള അന്തിമ ഒരു തീരുമാനം കാത്തിരിക്കുന്നതായാലും അവിടെ പഠിപ്പിക്കുന്നില്ല കാര്യത്തിൽ അവർ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനിയാണ് പ്രധാനം. ഇപ്പോൾ ശിവൻകുട്ടി ഒരു നിലപാടെടുക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് MA ബേബിയുടെ പ്രതികരണം. അപ്പോൾ ഒരു തുലാസിട്ട് രണ്ട് തട്ടിൽ ഒരേപോലെ ആക്കിയിട്ടുള്ള പ്രതികരണമാണ്. അവരും ഒന്ന് ഒത്തുതീർപ്പിന് വരണം, ഇവരും ഒന്ന് ഒത്തുതീർപ്പിന് വരണം. അങ്ങനെയല്ലെന്നേ, ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്. അങ്ങനെ അതിനെ ഒരു സാമാന്യവൽക്കരിച്ചുള്ള പ്രതികരണം വരുന്നു. പിന്നീട് MV ഗോവിന്ദനായാലും അദ്ദേഹം അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം അതിൽ ജമാഅത്തെ ഇസ്ലാമിന്നോ എന്തൊക്കെയോ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരു പ്രതികരണമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നു, സമസ്ത നാളെ ഒരു പരിപാടി തട്ടത്തിൻ മറയത്ത് വർഗീയത എന്ന പേരിൽ നടത്താനിരിക്കുന്നു കോഴിക്കോട്ട്. അപ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ സംഘാടകർ? സമസ്തയിലെ ഒരു വിഭാഗമാണ്. ഹമീദ് ഫൈസിയുണ്ട്, സത്താർ പന്തലൂരുണ്ട്, മുസ്തഫ മുണ്ടുപാറയുണ്ട്. ഇവരൊക്കെ തന്നെയും CPM-നോട് അനുകൂല നിലപാടെടുക്കുന്നവരാണ്. CPM-മായി അല്ലെങ്കിൽ സമസ്തയിൽ ഒരു വിഭാഗത്തെ പല ഘട്ടങ്ങളിലും CPM അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നടത്തുന്ന പരിപാടിയാണ്. ഇതിൽ കൃത്യമായി ലീഗ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു, അവിടെ കഴിഞ്ഞു. ഇനി അതിൽ പ്രതികരണമില്ല. ലീഗ് പറഞ്ഞു മാറിയിരിക്കുന്നു. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രതികരിച്ചില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. കാരണം ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കലല്ല വേണ്ടത്, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അതിൽ VD സതീശൻ്റെ പ്രതികരണം ഇതാണ്: പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. നമുക്ക് തർക്കമില്ല. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിലും തർക്കമില്ല. പള്ളുരുത്തി സെയിൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഹൈബിയുടെ MP-യും എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും രമ്യമായി പരിഹരിച്ചതാണ്. വിഷയം അവിടെ അവസാനിച്ചതാണ്. എങ്ങനെയാണ് അത് പരിഹരിച്ചത്? അവരോട് സംസാരിച്ചിട്ടുണ്ട്. ആ യൂണിഫോമിൽ, അതായത് തട്ടമിടാതെ വരാൻ
തയ്യാറാണ് എന്ന രൂപത്തിൽ സംസാരിക്കലാണോ ഒത്തുതീർപ്പ്? അവരുടെ കൂടെ താല്പര്യം എന്താണെന്നും അത് ഒരു ഹിജാബ് ഇട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്ന രൂപത്തിലുമായിരുന്നു അത് പരിഹരിക്കേണ്ടിരുന്നത്. രമ്യമായി പരിഹരിച്ചിട്ടില്ല എന്നത് പിറ്റേ ദിവസം തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത് എന്നൊരു വിഷയം വരുന്നുണ്ട്. അതിൽ വേണ്ട വിധത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചില്ല എന്നുള്ള പരാതി ലീഗിനുണ്ട്. ലീഗ് അത് പറഞ്ഞിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കഴിഞ്ഞ ദിവസം അതിൽ വ്യക്തമായി പ്രതികരിച്ചത്. അതിലപ്പുറമുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കാനും പോകുന്നില്ല. നാളത്തെ സമസ്തയുടെ പരിപാടിയിൽ ലീഗിൽ ആരും പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ സ്ഥിരീകരിക്കുന്നത്. സമസ്ത അതൊരു പരിപാടിയായി നടത്തുന്നു. അത് ഒരു തുടർ പരിപാടിയായിട്ട് വേറെ നടക്കും. പിന്നെ സമസ്തയിൽ നിന്ന് മാറി ഒരുപക്ഷെ അടുത്ത സംഘടനകളിലേക്ക് പോയും സമുദായ സംഘടനയിൽ തീവ്ര നിലപാടെടുക്കുന്നവരിലേക്ക് പോകും. അങ്ങനെ ഒരു തുടർച്ച അതിനുണ്ടാകും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഇപ്പോൾ നോക്കൂ, അടുത്ത ദിവസം നമ്മൾ കണ്ടു ദീപിക മുഖപ്രസംഗത്തിൽ ദീപികയിൽ ഒരു ലേഖനം വരുന്നു. അതിനുശേഷം സഭയുടെ എതിർപ്പ് വരുന്നു. പക്ഷേ പിന്നീട് അത് സഭ നിർത്തി. സഭയ്ക്ക് അതിൻ്റെ അപകടം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് ഒരു പ്രതികരണത്തിലേക്ക് അവർ വന്നിട്ടില്ല. അവർക്ക് സർക്കാരിൻ്റെ നിലപാടിൽ അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിയുടെ തുറന്ന പ്രതികരണത്തിലൊക്കെ ഒരു എതിർപ്പുണ്ടെന്ന് കരുതുന്നു. പക്ഷേ സഭ പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വരാതിരിക്കുന്നത് അതിലൊരു സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആകട്ടെ. ഏതായാലും ഇപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന 2 കുഞ്ഞുങ്ങളെ ഇപ്പോൾ മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ആ രൂപത്തിൽ തന്നെയാണ് അത് പോകേണ്ടത്. ഇവിടെ അവസാനിക്കേണ്ടതാണ്. ഇത് ഇങ്ങനെ പടർന്ന് കേരളം പോലൊരു സ്ഥലത്ത് ഇതിങ്ങനെ പടർന്ന് 2 കൂട്ടർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന രൂപത്തിലേക്ക് ഇത് പോകാനേ പാടില്ലാത്തതാണ്. സമസ്ത പറ്റുമെങ്കിൽ നാളത്തെ പരിപാടിയിൽ നിന്നും പിന്മാറണമെന്നുള്ളതാണ്. പരിപാടി നടത്തുകയാണെങ്കിൽ തന്നെ അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊരു നല്ല രൂപത്തിലാണ് അത് അവസാനിക്കേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയാണെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ പ്രതികരിക്കാതെ പോവുകയല്ല, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജിമ്മി, ഈ വിവാദം തുടരുകയാണോ? ഹിജാബ് വിവാദം തുടരുകയാണെന്ന് മാത്രമല്ല, ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചുള്ളൊരു ലേഖനം തുടക്കം എറണാകുളത്തെ ഒരു സ്കൂളിൽ നിന്നായിരുന്നു. അവിടെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ ആ കുട്ടിയെ ക്ലാസ്സിൽ കയറാൻ അനുവദിച്ചില്ല. അതിനെ തുടർന്ന് വലിയ തർക്കങ്ങളുണ്ടായി. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ആകാതിരിക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരു ലേഖനം 6 വർഷമോ 7 വർഷമോ കഴിഞ്ഞ് കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. കൈവിട്ടു പോവുകയാണ് കാര്യങ്ങൾ. ഒരു ചെറിയ വാർത്തയായി തുടങ്ങി ഓരോ ദിവസവും വലുതായി ഇപ്പോൾ ഒരു കുടുംബം ഞങ്ങളുടെ 2 മക്കളെ 2ലും 3ലും പഠിക്കുന്ന മക്കളെ ഞങ്ങൾ മാറ്റുകയാണ്. അത് എൻ്റെ മക്കൾ ഹിജാബ് ധരിക്കണം എന്നുള്ളതുകൊണ്ടല്ല, ഹിജാബ് ശരിയല്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതായി മറ്റേ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അത് ഞാൻ കേൾക്കുന്നു. അത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാറുകയാണ്. അപ്പോൾ അവസാനം സ്കൂളിൽ ഹിജബ് ധരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ഹിജബ് എന്ന് പറയുന്നത് എന്തോ വലിയ മോശം കാര്യമാണെന്ന് ഒരു കന്യാസ്ത്രീ പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ സ്കൂളിലെ മറ്റൊരു അധ്യാപിക മറ്റൊരു രക്ഷിതാവ് കുട്ടികളെ മാറ്റുന്നത്. നോക്കൂ, കേരളം ഒരു കാരണവശാലും സംഭവിക്കരുത് എന്ന് പ്രതീക്ഷിച്ചതിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹിജബ് സ്കൂളിൽ നിന്നൊക്കെ മാറി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സമസ്ത എന്താണ് ചെയ്യുന്നത്? സമസ്തയിലെ ഒരു നേതാവ് ചെയ്തത് കേരളത്തിലെ മുഴുവൻ അങ്ങനെ എത്ര സ്കൂളുകളുണ്ട് എന്ന് കണക്കെടുക്കാൻ പോവുകയാണ്. ഈ കണക്കെന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ കയ്യിലേക്ക് എത്താൻ പോകുന്ന എന്തൊരു അപകടം പിടിച്ച കണക്കാണെന്ന് നോക്കൂ. ആ കണക്കെടുക്കുന്നു. തട്ടത്തിന്മറത്തെ വർഗീയത എന്ന് പറഞ്ഞ് നാളെ ചർച്ച നടക്കുന്നു. മുസ്ലിം ലീഗ് ഇന്നലെ ആ കാര്യത്തിൽ പെൺകുട്ടിക്കൊപ്പമാണെന്നും ഇടതുപക്ഷ സർക്കാർ കാലത്ത് ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് പഠിത്തം നിർത്തി പോകേണ്ടി വരുന്നത് മോശമാണെന്ന് പറയുന്നു. അങ്ങനെ രാഷ്ട്രീയമായി ഈ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി വിവാദങ്ങളും അതിൻ്റെ കൊടുങ്കാറ്റുകളും ഒക്കെ വരാൻ പോവുകയാണ്. 2 മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. 4 മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഒരാളും വിടാൻ പോകുന്നില്ല കേട്ടോ. എല്ലാവർക്കും ദേ വോണ്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന് പറയും. എല്ലാവർക്കും വേണം. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു കണ്ണുണ്ട്. അത് ചെറിയ ഈർക്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മുതൽ വലിയ രാഷ്ട്രീയ പാർട്ടികൾ വരെ എല്ലാവർക്കുമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ല എന്നതിനെക്കുറിച്ചുള്ള വലിയ കണക്കെടുപ്പ് ഇപ്പോൾ തന്നെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കേരളത്തിലെ പല സമുദായ സംഘടനകളുടെയും മതസംഘടനകൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറാൻ പറ്റുമെങ്കിൽ കയറി നോക്കൂ. വരുന്ന മെസ്സേജുകൾ എത്ര ഭീകരമാണെന്നറിയാമോ? വളരെ വളരെ അപകടം പിടിച്ച രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന രീതിയിലുള്ള വളരെ വലിയ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലടക്കം കാണുന്നുണ്ടല്ലോ, എല്ലായിടത്തും വരികയാണ്. അത് നമ്മൾ ഇതുവരെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് ഒതുങ്ങി നിന്നതാണ്. നമ്മളിത് മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ടല്ലോ. ഹഗിയ സോഫിയ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒരു അഭിപ്രായം പറയുകയും അതിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അത് തുടങ്ങി അവസാനം പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയും പാലാ ബിഷപ്പ് കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നൊരു കണ്ടുപിടുത്തം നടക്കുകയും അവസാനം പാലാ ബിഷപ്പ് ഹൗസിലേക്ക് SDPI മാർച്ച് നടത്തുകയും അതിന് കൗണ്ടറായി വേണമെങ്കിൽ ഞങ്ങൾ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് RSSകാരോ BJPക്കാരോ
അങ്ങനെ ആരൊക്കെയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്ത ഒരു ഘട്ടം വരെ എത്തി നിന്നതാണ്. എന്നിട്ട് എങ്ങനെയാണ് ഇത് അവസാനിച്ചത്? അന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കുന്ന ഘട്ടം വരെ എത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെ BJPക്ക് ഒരു സീറ്റും കിട്ടി പാർലമെൻറ്റ് ഇലക്ഷനിൽ. അത് ഈഴവ ക്രിസ്ത്യൻ വോട്ടുകളുടെ പശ്ചാത്തലത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൃശ്ശൂർ നായർ വോട്ടുകൾ മാത്രമല്ല, ഈഴവ വോട്ടുകൾ കൂടിയുണ്ട്. എന്നിട്ട് ഛത്തീസ്ഗഡിലും മറ്റും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ മറുവശം തിരിച്ചറിഞ്ഞതും ഇതിലും ഒരു കാര്യമുണ്ടല്ലേ എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്നൊരു ബോധോദയം, ക്രിസ്ത്യാനികളെ കത്തോലിക്കർ എന്ന് എടുത്തു പറയണം, എന്നൊരു ബോധോദയം ഉണ്ടാവുകയും ഒന്ന് ഒതുങ്ങുകയും ചെയ്ത് നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ സമവായത്തോടെ കാണണമെന്ന് പറയുകയും ശത്രു എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് കേരളത്തിലെ ബിഷപ്പ്മാർ പറയുകയും കുറച്ചുകൂടി വിശാലമായി കാര്യങ്ങളെ കാണാനും ഒക്കെ തീരുമാനിച്ചതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു സുവർണ അവസരം BJPക്കും സംഘപരിവാറിനും എടുത്തിട്ട് കൊടുത്തതുപോലെ ഒരു പുതിയ വിവാദം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മനഃപൂർവ്വമാണോ മനഃപൂർവ്വമല്ലേ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ ലളിതമായ ഒരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു ലളിതമായ സംഭവത്തിൽ അതുണ്ടായ അടുത്ത നിമിഷം ആളുകൾ ചാടി വീണു എന്നുള്ളതാണ്. ഈ കുട്ടി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തട്ടവും ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. തട്ടമൂരി ബാഗിൽ വെക്കും, ക്ലാസ് കഴിഞ്ഞാൽ തിരിച്ചു പോകും. അപ്പോൾ വെള്ളിയാഴ്ച അന്ന് കലാമത്സരങ്ങളുടെ ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ക്ലാസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഈ തട്ടവുമായിട്ട് ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുന്നിടത്ത് കയറി. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. നാളെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. രക്ഷിതാവ് ഒന്ന് പകച്ചു. അദ്ദേഹം വരുന്നത് SDP-കാരോടാണ്. വരുമ്പോൾ തന്നെ മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്ന, ഇപ്പോൾ കാസയുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന അദ്ദേഹം PTA പ്രസിഡന്റ് അവിടെ തയ്യാറാണ്. പിന്നെ അവർ തമ്മിലായി. അപ്പോൾ ഇത് നേരത്തെ കരുതി കൂട്ടി വെച്ച ഒരു സംഘർഷം പോലൊരു കാര്യമുണ്ടാകുന്നു. പിന്നീട് അത് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ആർക്ക് വേണ്ടിയാണ് നിലപാടെടുക്കുന്നുള്ളതാണ് പ്രശ്നം. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചുള്ള വളരെ വലിയ വേദന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുണ്ടായി, പലരുടെ ഭാഗത്തുനിന്നുണ്ടായി. മന്ത്രിയുടെ നിലപാടിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കോടതിയിൽ ഇത് തോൽക്കാനേ ഉപകരിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തിനപ്പുറം വേറെ എന്തൊക്കെയാണ് കാണുന്നത്? ഹിജബ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ അവകാശമാണ് എന്ന് പറയുന്നു. അല്ല, അങ്ങനെ ഒരു അവകാശമില്ല എന്ന് കന്യാസ്ത്രീ പറയുന്നു. അപ്പോൾ കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ഇടാമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്ട് അനുസരിച്ച് കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം അങ്ങനെ ഉണ്ടോ എന്ന് തിരിച്ചൊരു വാദം ഉന്നയിക്കുന്നു. അങ്ങനെ വളരെ രസകരമായി വളരെ വിചിത്രമായ പുതിയ തർക്കവിതർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം. നോക്കൂ, പണ്ട് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠഭാഗം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശമുണ്ടെന്ന് ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശമുണ്ടെന്ന് മുസ്ലിങ്ങളും പറയുന്നൊരു നാട്ടിൽ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം വന്നപ്പോൾ കേരളം കത്തിയത് ഓർമ്മയുണ്ടോ? കേരളം കത്തിപ്പടർന്നു. വിദ്യാഭ്യാസ മന്ത്രി. അതെ, അതിനു മുമ്പ് MABയുടെ കാലത്ത് തന്നെ ജോസഫ് മാഷ് വളരെ നിഷ്കളങ്കമായി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഹമ്മദ് എന്നൊരു വാക്ക് ഉപയോഗിച്ചതിന് ഇവിടെ ഉണ്ടായ ജോസഫ് മാഷിനെ കൈവിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായ വളരെ വലിയ കലാപം നിങ്ങൾ മറന്നുപോയോ? ഇതിനെ ഒന്നിനെയും ഒറ്റയ്ക്ക് കാണാൻ ഞാൻ തയ്യാറല്ല. ഇത് ഒട്ടും നിഷ്കളങ്കവുമല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്കോറുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ദേഹത്തെല്ലാം, ഇവിടുത്തെ മതം പറയുന്ന എല്ലാവരുടെയും ദേഹത്ത് ഒരുപാട് ചെളിയുണ്ട്. ആ ചെളി കളഞ്ഞിട്ട് വേണം ഇവിടെ വന്ന് വർത്തമാനം പറയാൻ. നിങ്ങളെല്ലാവരും ഓരോ സമയത്ത് ഓരോ രീതിയിൽ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന നിരോധനം ഉണ്ടായപ്പോൾ അന്ന് ഈ സ്ത്രീകളെ തടയാൻ വേണ്ടി പോകുമ്പോൾ വഴി മുഴുവൻ നാരങ്ങയും ബോഞ്ചിവെള്ളം നിരത്തി വെച്ചത് ആരാ? ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നല്ലേ? ഇവിടുത്തെ സംഘടനകളല്ലേ? അന്ന് സമുദായ സംഘടനകൾ ഹിന്ദുക്കളുടെ കൂടെയാണ് നിന്നേ. അപ്പോൾ ഓരോ കാലത്ത് നിങ്ങൾക്കുതകുന്ന രീതിയിലുള്ള, അതായത് മതത്തിന് എതിരായി ആരെങ്കിലും പറഞ്ഞാൽ, മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ അവരെ ഓടിക്കുക. അതിനുശേഷം മതങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മുടെ മതത്തിനകത്തെ അതിൻ്റെ മൗലികത മാത്രം പറയുക. ഇത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും നിങ്ങൾ പറയുന്നതിനൊരു ഒരു തരത്തിലുള്ള യുക്തിയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പോട്ടെ, ഇതൊക്കെ ഇതിൻ്റെ സൈദ്ധാന്തിക തലമാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കൂ. ഇതേ സ്ഥാപനങ്ങളൊക്കെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സ്കൂളും കോളേജും നടത്തുന്നുണ്ട്. അവിടെ പ്രശ്നം, അവിടെ സിഖ് സമുദായത്തിലുള്ള ആളുകൾ അടക്കമുണ്ട്, ഒരുപാട് മുസ്ലിങ്ങളും ഉണ്ട്. അപ്പോൾ സിഖ് സമുദായ അംഗങ്ങളെ ടർബനോടുകൂടി സ്വീകരിക്കുന്ന സ്കൂളുകളിൽ തിരിച്ചൊന്നും പറയാനൊക്കില്ല. പുതിയ കാലത്ത് കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി തട്ടമിട്ട് വരുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള ഒരു വിശാല മനസ്കതയ്ക്ക് നിങ്ങളെടുക്കുന്ന സമയമാണ് ഈ കാര്യത്തെ കത്തിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾ എത്രത്തോളം ഓരോ ദിവസവും വൈകുന്നു അതനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് എത്രത്തോളം ആളിക്കത്തിച്ചു എന്നതിൻ്റെ കണക്കെടുപ്പിൻ്റെ ഭാഗമായി വരും. ഒരു തരത്തിലുമെങ്കിലും വിവേകപൂർവമായി
പെരുമാറാനുള്ള അവസരമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രിയാണ്, നാളെ ദീപാവലിയാണ്, മറ്റന്നാളാണ് സ്കൂൾ തുറക്കുക. ഇപ്പോഴെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ? അതോ വാശിപ്പുറത്ത് ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന ഒരേ നിലപാടിലാണ്. നോക്കൂ, ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തട്ടമിട്ട് വന്നാൽ ലോകം ഇടിഞ്ഞ് വീഴില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇപ്പം ഞാൻ പല ക്രൈസ്തവ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കോടതി വിധി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കുമെന്നാണ്. കോടതി വിധി വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? കോടതി വിധി എന്ന് പറഞ്ഞാൽ ലോകത്തെന്തെങ്കിലും പൊട്ടി വീഴുന്ന എന്തെങ്കിലും സാധനമാണോ? അത് അംഗീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊരു വൈകാരിക പ്രശ്നമാണ് എന്ന് ഇരിക്കട്ടെ, ശരി, എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ മനസ്സിലായാലും ഇതൊരു വൈകാരിക പ്രശ്നമാണ്, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്, വളരെ വലിയ രീതിയിൽ കേരളത്തിൽ കാര്യങ്ങൾ മാറാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴെങ്കിലും 2 മാസം മുമ്പ് ജാർഖണ്ഡ് കഴിഞ്ഞതേ ഉള്ളൂ, അത് ഓർത്തിട്ടെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതല്ലേ ബുദ്ധി? ബൈബിളിലൊരു ഒരു പുതിയ നിയമത്തിലൊരു വരിയുണ്ട്, ആകാശം ചുവന്നിരിക്കുന്നു, അപ്പോൾ സന്ധ്യയാകാൻ പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ കാലത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമാണ്. കാലത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? വളരെ വലിയ ഒരു യുദ്ധകളത്തിലേക്കാണ് നിങ്ങൾ ഈ എല്ലാവരും കൂടെ ചെന്ന് കാര്യങ്ങൾ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അവിടെ നിന്ന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകാനും പോവുകയാണ്. 2 വർഷം മുമ്പ് ഹാഗിയ സോഫിയയിൽ തുടങ്ങി നാർക്കോട്ടിക്സ് ജിഹാദ് എത്തി കാര്യങ്ങൾ കുളമായത് നമുക്ക് ഓർമ്മയുള്ളതാണ്. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലെ പല സംഭവങ്ങളിലൂടെ കാര്യങ്ങൾ വേറൊരു രീതിയിൽ മറിയുന്നു. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ എന്താണ്? നോർത്ത് ഇന്ത്യയിലെ നിങ്ങളുടെ തന്നെ സഹോദരന്മാർ, അവർ ദളിതരായിക്കോട്ടെ ആദിവാസികളായിക്കോട്ടെ, അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാവേണ്ടതല്ലേ? അതിൻ്റെ പേരിലെങ്കിലും എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അടിച്ചോടിക്കുന്ന ഒരു വളരെ വലിയ ഒരു ഫാസിസ്റ്റ് പ്രവണത ഇന്ത്യയിൽ പല ഭാഗത്ത് നിൽക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളല്ലേ അപ്പോൾ ഒരു മാതൃക കാണിക്കേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ യൂണിഫോം 10-40 വർഷം മുമ്പ് പണ്ടേ ഞങ്ങൾ തീരുമാനിച്ചു പോയതാണ്, ഇനി അത് മാറി. യൂണിഫോം എന്ന് പറഞ്ഞാൽ മറ്റേ കല്ലേ പിളർക്കുന്ന ഉത്തരവൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറണ്ടേ? അവിടെയും ബൈബിൾ തന്നെ കോട്ട് ചെയ്യേണ്ടി വരും. സാബത്ത് ദിവസം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ജൂതന്മാരോട് ക്രിസ്തു ചോദിച്ചു, സാബത്ത് ദിവസം നിങ്ങളുടെ ഒരു ആട് താഴെ വീണാൽ കുഴിയിൽ വീണാൽ നിങ്ങളെന്താ ആടിനെ രക്ഷിക്കില്ലേ? മനുഷ്യൻ നിയമത്തിന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല, നിയമം മനുഷ്യന് വേണ്ടിയാണ്. ഇതാണ് ക്രിസ്തു ബൈബിളിൽ പറഞ്ഞ വാചകം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ യൂണിഫോം നിയമം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. അല്ലാതെ മനുഷ്യനെന്ന് പറയുന്നത് നിങ്ങളുണ്ടാക്കിയ നിയമത്തിന് വേണ്ടി എല്ലാ കാലത്തും നിൽക്കാനുള്ളതല്ല. ഇത് മനസ്സിലാക്കാനുള്ള തെളിവുകൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ബൈബിളിലും ഒരുപാടുണ്ടെന്നേ. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യയുക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് തിരിച്ചു വരാൻ പറ്റുക? കോടതിയിൽ എനിക്ക് ഉറപ്പാണ് ഈ കേസിൽ ക്രൈസ്തവർ ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ കോടതിയിൽ പോയി ജയിച്ചു വരട്ടെ എന്നാണ്. നിലവിൽ ആ കേസ് ജയിക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ തൽക്കാലം സ്റ്റേ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യം, ഈ സ്കൂളിനെ തൊടാൻ, കാരണം സ്കൂൾ CBSE ആണ്, CBSEയെ തൊടാൻ നിങ്ങൾക്ക് യാതൊരു രീതിയിലും പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം സ്റ്റേയുടെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞാണ് സ്റ്റേ ചെയ്യാതിരുന്നത്. കോടതി ഇപ്പോഴേ നിങ്ങളുടെ കൂടെയാണ്. മന്ത്രി എന്തൊക്കെയോ പറയുന്നു, അവസാനം കോടതിയിൽ പോയി മന്ത്രിയും സർക്കാരും ഒക്കെ തോറ്റ് അവസാനം ഹിജബ് എന്ന് പറയുന്നത് സ്കൂൾ നിയമത്തിൻ്റെ താഴെ വരുമെന്ന് പറഞ്ഞ് വിധിയും വരാനാണ് 99% സാധ്യത. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നിയമപ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം വരെ സാമൂഹ്യ പ്രശ്നമായിരുന്നു, ഇനി അതൊരു രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയത്തിൽ നിലപാടെടുത്തില്ലെങ്കിൽ വളരെ വലിയ വില കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ക്രിസ്ത്യാനികൾ കേരളത്തിൽ മാത്രമല്ല അതിൻ്റെ വില കൊടുക്കേണ്ടി വരിക, അങ്ങ് വടക്കേ ഇന്ത്യയിലും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മനസ്സിലാക്കാതെ വാശിപ്പുറത്ത് ഇന്ന് രാത്രിയും നാളെ ദീപാവലിയും ആഘോഷിച്ചിട്ട് ചൊവ്വാഴ്ച നിങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ അപകടമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു 6 വർഷം 7 വർഷത്തിന് ശേഷം തുടക്കം എറണാകുളത്തെ ഒരു സ്കൂളിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചൊരു ലേഖനം, അത് അങ്ങനെ വരാതിരിക്കട്ടെ. ഹിജാബ് വിവാദം തുടരുകയാണ്. ആന്റോ അഗസ്റ്റിൻ, ചൊവ്വാഴ്ചത്തേക്ക് വരുമ്പോൾ 3 TCകൾ സ്കൂളിൽ നിന്നുണ്ടാവും. അതിലൊന്ന് ഈ കുട്ടിയുടെ TC ആണ്. 2 അതിനോടൊപ്പം 2 കുട്ടികൾ കൂടി TC വാങ്ങാൻ പോകുന്നു. അത് ആ സ്കൂളിനെ സംബന്ധിച്ചിട്ടും അഭിമാനകരമായ കാര്യമായിരിക്കില്ലല്ലോ. പക്ഷേ അപ്പോഴും ഇത് സ്കൂളിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി, രക്ഷിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി. നാളെ സമസ്തയുടെ പരിപാടി നടക്കാൻ പോകുന്നു, മറുഭാഗത്ത് സഭകൾ മുഖപ്രസംഗം എഴുതുന്നു, രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഹിജാബ് വിവാദം തുടരുകയാണോ? തുടരേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സമയത്ത്
പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കും. ചിലപ്പം ഈ ഒലിച്ചുപോയ വീടുകൾ ഈ രക്ഷാപ്രവർത്തകർ പരിശോധിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു കത്ത് കിട്ടി. ആ കത്ത് പിറ്റേ ദിവസം രാവിലെ സ്വന്തം അയൽക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ച കത്താണ്. കാരണം ആ എഴുതി വെച്ച ആളുമില്ല, അവിടെ ഉണ്ടായിരുന്ന ആളുമില്ല, ആ വീടുമില്ല, എല്ലാം ഒലിച്ചുപോയി. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതൊരു വലിയ ചർച്ചയായിരുന്നു ആ സമയത്ത് കത്തെടുത്ത് വായിച്ചു നോക്കിയിട്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യത്തിലും ഒരു നിശ്ചയം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിവിടുന്ന് എത്ര നേരം ഉണ്ടാവും എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയില്ല. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ മണിക്കൂറുകൾ വെച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനെതിരെ സമൂഹത്തിൽ ഈ പറയുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ ഈ ശിവൻകുട്ടി മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നോക്കേണ്ട ഏക കാര്യം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ്. കാരണം അത് CBSE ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളത് അത്ര അഭിമാനകരമല്ല എന്നുള്ളത്. ആ അഭിമാനകരമല്ല എന്നുള്ള കാര്യം കേരളത്തിൽ നടക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ശിവൻകുട്ടി മിനിസ്റ്റർ അങ്ങനെയൊരു നിലപാടെടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു വിദ്യാർത്ഥിക്ക് അവരെ തട്ടമിട്ട് സ്കൂളിൽ പഠിക്കണം എന്നുള്ളത് ആ കുട്ടിയുടെ അവകാശമാണ്. ആ അവകാശത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല. ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ന്യൂനപക്ഷകാര്യ മന്ത്രിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കാര്യം അന്വേഷിക്കാം. ഇദ്ദേഹം ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിനകത്ത് അദ്ദേഹം നിലപാടെടുക്കേണ്ട നിലപാട് നല്ലതാണ്. അതിനകത്ത് ആ നിലപാടിൽ തന്നെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലൊരു അഭിപ്രായം. അടുത്തൊരു കാര്യത്തിൽ എന്ന് പറഞ്ഞത്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ കാലത്തും മതേതരത്തോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. അവിടെ ഒരു മതേതരമായ ഒരു മതത്തോടനുബന്ധിച്ചൊരു കാര്യം ആവശ്യമില്ല എന്നുള്ളതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം ഈ ലെവലിലേക്ക് ഉയർന്നതിലത്ത് ക്രിസ്ത്യൻ മതസംഘടനകളുടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും വലിയ പങ്കാളിത്തമുണ്ട്. കാരണം പല മലയോര മേഖലകളും വലിയ രീതികൾ വിദ്യാഭ്യാസം ലഭിച്ചതും ഇത്രയധികം ഉന്നമനത്തിലേക്ക് വരാൻ കാരണവും മിഷണറിമാരും ക്രിസ്ത്യൻ മതസംഘടനകളും ഈ സിസ്റ്റേഴ്സും എല്ലാവരും തന്നെയാണ്. പക്ഷേ ആ കാലത്തും ഈ കാലത്തും ചില ആൾക്കാർ, ചില മതസ്ഥാപനം നടത്തുന്നവർക്ക് അതിനകത്ത് മതത്തിൻ്റെതായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പോകേണ്ടി വരും എന്ന് ചിന്തിക്കുകയും അത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അത് ക്രിസ്ത്യൻ മതത്തിൽ മാത്രമല്ല കേട്ടോ, ഹിന്ദു മതത്തിലുണ്ടാവും, മുസ്ലിം മതത്തിലൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള സംവിധാനങ്ങൾ നടന്നു പോകുന്നത്. അവിടെ ഇതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പഴയ കാലത്തെക്കാളും അപ്പുറം ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും പണ്ട് നമ്മളെന്താണ്, നമുക്കൊരു കാര്യം അറിഞ്ഞാൽ നമ്മൾ ഈ കലിങ്കിലിരുന്ന് വർത്താനം പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പത്രം വരുമ്പോൾ മാത്രമേ ലോകം അറിയുള്ളൂ. കാരണം അതിനൊരു 24 മണിക്കൂർ സമയം കിട്ടും നമുക്കൊരു കാര്യം ലോകത്തെ അറിയിക്കുകയും അത് ഒരു തീ പടരുന്ന പോലെ പടരില്ല. കാരണം ഒരു സംസ്ഥാനത്ത് ഒട്ടാകെ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒട്ടാകെ പടരില്ല. അന്ന് കാരണം എന്താണ്, അത് ഇപ്പം മാറാട് കലാപം ഉണ്ടായി, ആ ഏരിയയിലാണ് അത് ഡെവലപ്പ് ചെയ്യുക. കാരണം ഓരോ ഈ പല സ്ഥലങ്ങളിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങളിലാണ് അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുക. ഇന്നത്തെ ലോകം അങ്ങനെയല്ല. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയേൻ്റെ കാലമാണ്. മണിക്കൂറുകൾ വെച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റുകയും മാറ്റാതിരിക്കുകയും നമുക്ക് അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് ഒരു ചെറിയ തീപ്പൊരി ഇട്ടാൽ അത് ആളിക്കത്താൻ വലിയ സമയം വേണ്ട എന്നുള്ളതാണ്. കാരണം എല്ലാവരും അവരുടേതായ അഭിപ്രായം ഓരോ പോസ്റ്റുകളായും ഓരോ സംവിധാനങ്ങളായും പുറത്തേക്ക് വരികയും അത് മുതലെടുക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ ഇറങ്ങി വരികയും ചെയ്യും. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പലരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പലതും അസ്തിത്വം ഇല്ലാതെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ എങ്ങനെയും തിരിച്ചു വരണമെങ്കിൽ അവരുടെ മുന്നിൽ ഏക മാർഗ്ഗം എന്താ, മതത്തിൻ്റെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സാമൂഹിക സേവനം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ സാമൂഹിക സേവനം നടത്തി അധികാരത്തിൽ വരാമെന്നോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ന് കഴിയില്ല എന്ന് അവർക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ക്രിസ്ത്യൻ മതത്തിൻ്റെ കൂട്ടുപിടിക്കുക, മുസ്ലിം മതങ്ങളുമായി കൂട്ടുപിടിക്കുക, ഹിന്ദു മതങ്ങളുമായി കൂട്ടുപിടിക്കുക, അത് കൂട്ടുപിടിച്ച് ഇതിനെ വലിയ രീതിയിൽ കത്തിപ്പടർത്തി അതിൻ്റെ മുതലെടുപ്പ് നടത്തി 1, 2, 3 സീറ്റെങ്കിലും പിടിച്ചെടുത്ത് അധികാരത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് യഥാർത്ഥ ഇപ്പോൾ പ്രധാനപ്പെട്ട വലിയ രീതിയിൽ പിടിപാടില്ലാത്ത പാർട്ടികളൊക്കെ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ കയ്യിൽ ഒരു സംവിധാനം കിട്ടിയാൽ മതി. ആ സംവിധാനത്തെ അവർക്ക് മാക്സിമം അവർ ഉപയോഗിക്കുന്ന രീതിയിലെല്ലാം ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്നറിയോ, കേരളത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകാറില്ല. അതെന്താ, ഒരു 60%, 70% ആകുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും. ഒരു 70% ആൾക്കാർ ഒറ്റക്കെട്ടായും ബാക്കി 30% ആൾക്കാർ ഇതിനോടനുബന്ധമായ മിക്സർ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. അതോടുകൂടി അത് പൊളിയുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ സ്റ്റേജ് വിട്ട് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും മതേതര സമൂഹമാണ് കേരളം എന്ന് പറയുകയും അതിനങ്ങനെ നിർത്താൻ കഴിയും. കാരണം ഇവിടെ മതേതര സമൂഹം എന്ന് പറയുമ്പോൾ ഇവിടെ മതം ഇല്ലാത്ത പ്രശ്നമില്ലല്ലോ. ഇവിടെ ഈക്വലായിട്ട് തന്നെയാണ്. ഇപ്പം മുസ്ലിം മതവും ക്രിസ്ത്യൻ മതവും നോക്കുകയാണെങ്കിൽ എത്രയാണ്, ഹിന്ദു മതവും നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്.
കാരണം ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ 3, 4, 5 വെർട്ടിക്കലാണ്. മതങ്ങളായി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഒറ്റ മതമാണെങ്കിൽ തന്നെ വെർട്ടിക്കൽ 4, 5 ആണ്. അപ്പോൾ ഒരു 20% എന്ന് പറഞ്ഞിട്ട് ഒരു 5 ഡിവിഷൻ ഉണ്ടെന്ന് കൂട്ടിയാൽ മതി, ചുരുക്കം പറഞ്ഞാൽ. അപ്പം അത് ഒറ്റയടിക്ക് അപ്പോൾ ഒരു 3 സംവിധാനങ്ങൾ ഒന്നിച്ച് നിൽക്കുകയും 2 സംവിധാനങ്ങൾ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അത് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് കാരണം അത് മറ്റുള്ള സ്റ്റേറ്റിൽ നടക്കില്ല. കാരണം എന്താ, അവിടെ 60% ഒരു മതവും 40% അല്ലെങ്കിൽ 20% വേറൊരു മതമായിരിക്കും. അപ്പോൾ 60% മതം നേരെ 20% മതത്തെ അടിച്ച് ഒതുക്കാനുള്ള സമയം അത് കേരളത്തിൽ നടക്കില്ല. കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. പക്ഷെ നിലപാട് സ്വീകരിക്കേണ്ടത് സ്മൃതി മേഡം നേരത്തെ പറഞ്ഞ പോലെ പാർട്ടികളാണ്. അവരുടെ അഭിപ്രായങ്ങൾ പ്രോപ്പറായി പറയുകയും ഞാൻ പറയുന്ന അഭിപ്രായം കൊണ്ട് എന്ത് ദോഷം ഉണ്ടാകുന്ന ആ പാർട്ടിക്ക് മനസ്സിലാക്കുകയും വേണം. നമുക്ക് ഒന്നുമില്ലാതെ ഊരിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്താ, നിലപാട് സ്വീകരിച്ച് പോകാൻ പറ്റണം. നിലപാട് സ്വീകരിച്ച് പോകുന്ന സമയത്ത് ആ പാർട്ടിക്ക് ഒരു അസ്തിത്വം ഉണ്ടാവുള്ളൂ. അങ്ങനെ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാട് കിട്ടുന്ന ആൾക്കൊരു സമാധാനം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഉള്ളത് എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളുണ്ടായാലും ഈ സർവകക്ഷി യോഗം കൂടുകയും തീരുമാനം എടുത്തു പോവുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അവർക്കൊരു തീരുമാനം വേണം, സ്കൂളിനൊരു തീരുമാനം വേണം. ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളാണ്, അവർക്കൊരു ഏതെങ്കിലും ഒരു ബോഡി ഉണ്ടാവുമല്ലോ, അവിടെ ഒരു തീരുമാനം എടുത്ത് താഴേക്ക്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾ ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ എത്ര ആൾക്കാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് നടപടി സ്വീകരിക്കുന്നുണ്ട്, എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായാലും അല്ല ഗവൺമെൻറ് സ്ഥാപനം നടപടി സ്വീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും തെറ്റുപറ്റാം. വായിന്ന് വരുന്ന വാക്കുകളെല്ലാം എല്ലാം കൃത്യതയോടുകൂടി മാത്രമായിരിക്കണം. കാരണം 32 നാക്കിനിടയ്ക്ക് അല്ല പല്ലിനിടയ്ക്ക് ഒരു നാക്കല്ലേ ഉള്ളൂ, അത് തെറ്റാം, അതിനൊരു മാറ്റമില്ല. പക്ഷേ എന്താണ്, ആ തെറ്റുന്നത് തിരുത്താൻ ഒന്നിലേക്ക് തയ്യാറാവണം. തിരുത്തുന്നില്ലെങ്കിൽ തിരുത്താൻ വേണ്ട സംവിധാനങ്ങൾ മാറ്റി നിർത്തുകയും തിരുത്തുകയും വേണം. അതെടുക്കേണ്ട അവരുടെ തൊട്ട് മേലെയുള്ള ബോഡി എടുക്കുകയും, അല്ലാതെ ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി കൂടെ നിന്ന് അതിനെ മാക്സിമം പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല. പിന്നെ എൻ്റെ അഭിപ്രായം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മതത്തോടനുബന്ധിച്ച് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരിക്കും നന്നാവുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. കാരണം എന്താണ്, ഇവരൊരു മതേതര പാർട്ടിയായി നിൽക്കുന്ന പാർട്ടികളാണ്. ഞാൻ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയോ അല്ലെങ്കിൽ ഈ സമസ്തനെ പോലെയോ അല്ലെങ്കിൽ RSSനെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളല്ലല്ലോ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ക്രിസ്ത്യൻ സഭകളല്ലല്ലോ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ആരാ? ഇതിനെ കൈകാര്യം ചെയ്തിട്ട് മതേതരത്വ നിലപാടോടുകൂടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാട് വിജയത്തിലേക്ക് വരും. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ CPM കോൺഗ്രസ് ആണെങ്കിൽ CPM കോൺഗ്രസ് തർക്കം ഉണ്ടാവാം. അത് മതേതര പാർട്ടി. അതുകൊണ്ടാണ് ലീഗ് പറഞ്ഞത് എന്താണ്, ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് ഇടപെടേണ്ടതായിരുന്നു, കോൺഗ്രസ് ആ നിലപാട് പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ അത് കഴിയുള്ളൂ, വേറൊരു പാർട്ടിക്ക് അത് കഴിയില്ല. CPM-നെ അത് കഴിയുള്ളൂ, വേറെ പാർട്ടിക്ക് അത് കഴിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ളവരല്ലാതെ ഇപ്പം ഞാനൊരു ഒരു മതത്തിൻ്റെ നേതാവാണെങ്കിൽ എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ, എനിക്ക് വേറൊരു മതത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ ഇതുപോലെയുള്ള വിഷയങ്ങളെ ആ ഏരിയയിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനപ്പുറം വന്ന് കൈകാര്യം ചെയ്യില്ല. പക്ഷേ അതിനകത്ത് മന്ത്രി നിലപാട്, ഞാൻ ഇപ്പോഴും മന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ, ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾ വേണമെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാൻ തയ്യാറാണ്, പഠിപ്പിക്കാൻ തയ്യാറാണ്, ജോലിയല്ല പഠിക്കാൻ തയ്യാറാണ്, എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി, അവിടെ കൊടുക്കും. അതാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത്. കാരണം അവർക്ക് ആ സ്കൂൾ പറ്റില്ലെങ്കിൽ കേരളത്തിലെ ബാക്കിയെല്ലാ സ്കൂളുകളും പലതരത്തിൽ നിലപാടുള്ള സ്കൂളുകളാണ്, അവിടെ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറയുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടരുതെന്ന് ഞാൻ പറയാം കേരളത്തിൽ. കാരണം അങ്ങനെ ഒരു രാജ്യമല്ല നമ്മുടേത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെയുള്ള വിഷയങ്ങളെ കൈകാര്യം ഇതൊരു പാഠമാക്കി നമുക്ക് വെക്കണം. ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാവണം. ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായാൽ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്തു, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ടാവണം. ആ ഗൈഡ് ലൈനിലുള്ള തുടക്കമായിരിക്കണം അത്. അല്ലാതെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞാൽ 6 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ബുക്ക് എഴുതാൻ തുടക്കമായി മാറാൻ ഇത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിനകത്ത്. ഹിജാബ് വിവാദം തുടരുകയാണ്. നിർഭാഗ്യവശാൽ അത് തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവരികയാണ്. ഈ ചർച്ച എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. നമ്മൾ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു ചർച്ച ചെയ്യാനിടയാവുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഒരു നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിൽ മനുഷ്യനെയും മാനവികതയും മറന്നുപോകുന്നത് ഒട്ടും ഗുണകരമായ ഒന്നല്ല ഏതൊരു സമൂഹത്തിനും. ഞാനൊന്ന് വെറുതെ സങ്കല്പിക്കുകയാണ്, ഈ റീത്ത സ്കൂളിലെ മാനേജർ യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? TC എഴുതാൻ വരുന്ന ആ അച്ഛനോട് എന്തായിരുന്നു പറയുമായിരുന്നത്? ആ കുഞ്ഞിനോട് എന്താകുമായിരുന്നു ചെയ്യുമായിരുന്നത്? ഇന്നിപ്പോൾ 2 TCകൾ കൂടി എഴുതാൻ വരുന്ന രക്ഷിതാവിനോട് എന്തായിരുന്നു പറയുമായിരുന്നത്? ആ കുട്ടിയെ അരികിൽ ചേർത്തു നിർത്തി തലയിലെ ആ ഹിജാബിലൊന്ന് തലോടി സ്നേഹത്തോടുകൂടി 2 വാക്ക് ഒരുപക്ഷെ ജീസസ് ക്രൈസ്റ്റ് പറയുമായിരിക്കും. കുഞ്ഞെ നന്നായി പഠിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം എന്ന മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ സ്കൂൾ എന്ന സംവിധാനം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്?
മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും പ്രതിപുരുഷനല്ലേ ജീസസ് ക്രൈസ്റ്റ്? ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ആശയസംഹിത പറ്റുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു പോകും. പക്ഷേ ഞാൻ ഒരിക്കലും ആ വിഭാഗത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിയെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല, അവർ വീണുപോയിരിക്കുന്ന അബദ്ധധാരണയുടെ പ്രശ്നമാണ്. കാരണം ഞാൻ എൻ്റെ ശിരസിൽ ഒരു ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി ഒരു ശിരോവസ്ത്രം ധരിച്ചു വരുമ്പോൾ അത് കാണുമ്പോൾ ഭയപ്പെടുന്നു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ അത് അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ എങ്ങനെയോ നിങ്ങളിൽ ഊറിക്കൂടിയ അപരവിദ്വേഷത്തിൽ നിന്നുയരുന്ന ഭയമാണ്. അതൊരിക്കലും ഒരു പുരോഗമന സമൂഹത്തിനല്ല, മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് ചേരുന്നതേ അല്ല എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. ആ സ്കൂൾ യഥാർത്ഥത്തിൽ മാതൃകാപരമായി പെരുമാറാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സ്കൂളിൻ്റെ പേര് ഞാൻ പറയാം, അവർ ലേഡീസ് കോൺവെൻറ്റ്. അവർ ലേഡീസ് കോൺവെൻറ്റ് ഇന്നിപ്പോൾ യാദൃച്ഛികമായി ബൈറ്റിൽ കേട്ടതാണ്. TC വാങ്ങാൻ പോകുന്ന രക്ഷിതാവ് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ പോകുന്നത് അവർ ലേഡീസ് കോൺവെൻറ്റിലേക്കാണ്. അവിടെ നിന്നൊരു അധ്യാപക വിളിച്ചു പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ, വേണമെങ്കിൽ ഈ കുട്ടിക്ക് ഹിജാബ് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹിജാബ് ഇട്ട് വന്നിരുന്നു കൊള്ളട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ നമ്മുടെ ചുറ്റും വേണ്ടതും. നമ്മളുടെ കേരളത്തിലെ പൊതുസമൂഹം ഇത്രയധികം ജാഗ്രതയോടെ ഒരു സാമൂഹികമായ സൗഹാർദ്ദ കരുത്തോടുകൂടി നിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണെന്നാണ് എക്കാലത്ത് ഞാൻ പറയുക. തീർച്ചയായിട്ടും എയ്ഡഡ് സ്കൂളുകൾ അതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഈ പറയുന്ന മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലും ഊറിക്കൂടിക്കൊണ്ടിരിക്കുന്ന വലുതോ ചെറുതോ ആയിരിക്കുന്ന സാമുദായികമായിട്ടുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ പിന്നോട്ടടിക്കുന്നു എന്നതാണ് ഞാൻ പറയുന്നത്. അവിടെ അധ്യാപക നിയമനമാണെങ്കിൽ ശരി, അധ്യാപകരുടെ സമൂഹമാണെങ്കിൽ ശരി, നിങ്ങൾക്കവിടെ വ്യത്യസ്ത സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികളെ ആ അധ്യാപക സമൂഹത്തിൽ കാണാൻ പറ്റില്ല. ഒരു എയ്ഡഡ് കോളേജിൻ്റെയോ എയ്ഡഡ് സ്കൂളിൻ്റെയോ കഥയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ കുറച്ച് എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ മാത്രമേ അവരുടെ മതത്തിൽ നിന്ന്, അവരുടെ ജാതിക്ക് പുറത്തു നിന്നുള്ള ആളുകളെ അധ്യാപകരായി പോലും അപ്പോയിൻ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമൂഹം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു എക്കോ ചേംബറായിട്ട് മാറുന്നുണ്ട്, ഒരു സമുദായത്തിൻ്റെ മാത്രം ഇടമായിട്ട് മാറുന്നുണ്ട്. വിദ്യാലയങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ആകാൻ പാടില്ല. കാരണം കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ സമ്പൂർണ്ണമായ വൈവിധ്യത്തിലാണ് നമ്മളുടെ കരുത്തിരിക്കുന്നത്. ആ വൈവിധ്യം കുട്ടികൾക്ക് മനസ്സിലാവണം. ജനാധിപത്യം എന്നുള്ളത് അവർക്ക് ഫീല് ചെയ്യുക എന്നതാണ്. മതേതരത്വം എന്നുള്ളത് ഫീല് ചെയ്യലാണ്. 3 മതത്തിൽപ്പെട്ട കുട്ടികളെ വേഷം കെട്ടിച്ച് ഒരുമിച്ച് കൊണ്ട് നിർത്തുന്നതല്ല യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്ന ആശയം കിടക്കുന്നത് നിങ്ങൾക്ക് മതമനുഷ്ഠിക്കുമ്പോൾ എനിക്ക് ഭയമോ ഇൻസെക്യൂരിറ്റിയോ തോന്നാതിരിക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹിജാബ് ധരിച്ചു വരുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് ഭയമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാതായി പോകുന്നത് മതേതരത്വത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അർത്ഥമാണ്. ആ അർത്ഥമല്ലേ യഥാർത്ഥത്തിൽ മതേതരത്വം. നിങ്ങൾ ഏത് മതം ആചരിക്കുന്ന സമയത്തും അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നു. ഇനി മതമില്ലാത്ത ഒരാൾ വന്ന് നിൽക്കുന്ന സമയത്തും അയാളോട് അഭിമാനത്തോടെ എനിക്ക് കൈകൊടുക്കാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് മതേതരത്വത്തിൻ്റെ ആശയം കിടക്കുന്നത്. ആ ആശയത്തെയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദം ഇല്ലാതാക്കുന്നത്. അത് വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോ ബിഗിൻസ് വെൻ ലവ് എൻഡ്സ്, അഥവാ ലവ് ബിഗിൻസ് വെൻ ലോ എൻഡ്സ്. നിങ്ങൾക്ക് സ്നേഹം അവസാനിക്കുമ്പോൾ നിയമം തുടങ്ങുന്നു. നിയമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്, നിയമത്തെക്കുറിച്ച് സംസാരിക്കണം. നിയമവാഴ്ചയുള്ള സമൂഹമാണ്. പക്ഷേ ഒരു സമൂഹം നിയമവാഴ്ചയുള്ള സമൂഹമായി മാറിയത് ആ സമൂഹത്തിലെ സ്നേഹരാഹിത്യത്തിൻ്റെ അടയാളം കൂടിയാണ്. നിങ്ങൾ വീട്ടിൽ വളരെ കുറച്ചല്ലേ സംസാരിക്കാറുള്ളൂ നിയമത്തെക്കുറിച്ച്? നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വളരെ കുറച്ചല്ലേ നിയമത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ? നിങ്ങൾ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം ഉണങ്ങിപ്പോകുമ്പോഴും അവിടെ നിയമത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണ്? 2018 ഹൈക്കോടതി വിധി, അതല്ലെങ്കിൽ കർണാടകയിലെ ഹൈക്കോടതി വിധി, സുപ്രീം കോടതിയിലെ സ്പ്ലിറ്റ് വെർഡിക്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ സംസാരിക്കുന്നത് നിയമത്തെക്കുറിച്ചാണ്. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കുട്ടികളെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് മാനവികതയുടെ സ്നേഹത്തിലൂന്നിയ ആശയത്തിലാണ്. അപ്പോൾ ലോ ബിഗിൻസ് വെൻ ലവ് എൻഡ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ മതേതരത്വം എന്നത് ഇറങ്ങിപ്പോകുന്നു, സ്നേഹം എന്നത് ഇറങ്ങിപ്പോകുന്നു, കുട്ടികളോട് കാണിക്കേണ്ട മിനിമം കരുണയും സഹാനുഭൂതിയും ചേർത്തു നിർത്തലും എന്നുള്ളത് ഇവിടെ വറ്റിപ്പോകുന്നു. അങ്ങനെ വറ്റിപ്പോകുമ്പോൾ മതേതരത്വത്തിൻ്റെ വ്യാകരണം ആ ടീച്ചറിന് പിഴച്ചു പോകുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ആ മതേതരത്വത്തിൻ്റെ വ്യാകരണം പിഴച്ച ഒരു സമൂഹമായി അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് അത് മാറരുത് എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് അവർ ലേഡീസ് കോൺവെൻറ്റിലെ അതേപോലെ വിശ്വസിക്കുന്ന മറ്റൊരു മതസ്ഥാപനത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ടീച്ചർ പോന്നോളൂ, എല്ലാവരും പോന്നോളൂ എന്ന് പറയുമ്പോൾ അതിലൊരു സൗന്ദര്യം ഉണ്ടാകുന്നത് എന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഹിജാബ് വിവാദം ഒരു നിമിഷം പോലും തുടരാൻ പാടില്ല. പ്രളയകാലത്ത് നമ്മൾ കൈപിടിച്ചു കയറ്റിയ മനുഷ്യരിട്ടിരുന്നത് ഹിജാബാണോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല.
വലിയ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് വീടുകളിൽ നിന്ന് മനുഷ്യരെ തേടിപ്പോയ കൈകൾ, ആ കൈകളിൽ ഏതെങ്കിലും തരത്തിൽ നിസ്കാരത്തഴമ്പുണ്ടോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നെറ്റിയിൽ നിസ്കാരത്തഴമ്പുണ്ടോന്നോ നമ്മൾ നോക്കിയിട്ടില്ല. നിങ്ങൾ കിട്ടുന്ന ബോട്ടുകളിൽ കയറിപ്പോയ മനുഷ്യരാണ്. കൊല്ലത്ത് നിന്ന് കടപ്പുറത്ത് നിന്ന് കയറി വന്ന മനുഷ്യർ ഏതു മതത്തിൽ വിശ്വസിച്ചു എന്ന് നോക്കിയിട്ടല്ല അവരുടെ വാഹനത്തിൽ കയറിയത്. ഒരു മനുഷ്യർ അയാളുടെ മുതുക കാണിച്ചു കൊടുത്തപ്പോൾ അയാളുടെ മതം ചോദിച്ചിട്ടല്ല നിങ്ങൾ ആ മുതുവിൽ ചവിട്ടി ജീവിതത്തിൻ്റെ തോണി കയറിപ്പോയത്. ആ ബോധ്യമുള്ള മനുഷ്യരാണ് നമ്മൾ. നമ്മുടെ നാട് ഇപ്പോഴും ഉഷാറായി തന്നെ തുടരും. ഇതൊന്നും കൊണ്ട് നമ്മുടെ സാമുദായികമായ ഐക്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കരുത്ത് ഈ പൊതു വിദ്യാലയങ്ങളിൽ ഒരുമിച്ചിരുന്നുണ്ടവരാണ്. ബിരിയാണി കൊണ്ടുവരുന്നവരും ഊണ് കൊണ്ടുവരുന്നവരും മീൻകറി കൊണ്ടുവരുന്നവരും ഒക്കെ പരസ്പരം പൊതി പങ്കിട്ട് ജീവിച്ചൊരു മനുഷ്യനുണ്ട്. തട്ടമിട്ട കുട്ടിയുടെയും കൊന്ത ധരിച്ച കുട്ടിയുടെയും പൂണൂൽ ധരിച്ച കുട്ടികളും ഒക്കെ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു വളർന്ന പൊതുവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളാണ് നമ്മുടെ കരുത്ത്. അവിടെ ആരും നോക്കിയിട്ടില്ല നിങ്ങൾ ധരിച്ച വസ്ത്രമോ നിങ്ങൾ ധരിച്ച ഹിജാബോ. ആ കരുത്ത് ഇപ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ തുടരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചില അൺഎയ്ഡഡ് മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുന്നത് വളരെ നിരാശയുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ. അതൊരു മാതൃകയല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്കൂളിന് ഇനിയുമുണ്ട് അവസരം. ഇനിയുള്ള 48 മണിക്കൂർ ഈ സ്കൂളിന് മുന്നിലുള്ളൊരു വലിയ അവസരമാണ്. സംഭവിച്ചത് സംഭവിച്ചു. പക്ഷേ ആ സ്കൂൾ നിലവിൽ ഈ കുട്ടിയുടെ വിഷമം കണക്കിലെടുത്താണെങ്കിൽ പോലും ഈ കുട്ടിക്ക് അങ്ങനെ ഹിജാബ് ധരിക്കണമെന്ന് തോന്നിയാൽ ആ കുട്ടി വന്ന് ധരിച്ച് പഠിച്ചോട്ടെ. ആ കുട്ടിയുടെ പഠിപ്പാണ് ഞങ്ങൾക്ക് മുഖ്യം എന്ന് പറയാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ പേരിൽ നിർഭാഗ്യകരമായ 2 പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി കണ്ടു. അതിലൊന്ന്, ഇപ്പോൾ ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യം, LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നിർത്തി പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്നെനിക്ക് പറയേണ്ടി വരും. അത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെ തിരുത്തണം. ഒന്നുകിൽ അങ്ങ് ഇതിലെ സർക്കാരിൻ്റെ ഇടപെടൽ അറിഞ്ഞിരുന്നില്ല, അഥവാ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെയാണ് അങ്ങ് സംസാരിച്ചത്. അന്ന് മുതൽ ഇന്നുവരെ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങൾ എതിരായിരുന്നിട്ട് കൂടി വിദ്യാഭ്യാസ മന്ത്രി ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി തന്നെയാണ് നിലയുറപ്പിച്ചത്. ഈ കുട്ടിയുടെ പക്ഷത്ത് തന്നെയാണ് നിന്നത്. ഇപ്പോഴും ഈ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഏത് പുരോഗമന സമൂഹത്തിനും ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു മലയാളി എന്ന നിലയിൽ, ഒരു കേരളൈറ്റ് എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. ആ അധ്യാപകൻ മന്ത്രി പറയുകയാണ്, കുഞ്ഞെ നിനക്ക് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണോ നീ പറയൂ, ഒരു സ്പെഷ്യൽ ഉത്തരവിലൂടെ അത് സാധിച്ചു തരാം എന്നു പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാവണം. അത് കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ആ സങ്കല്പം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധ്യമാവുന്നത് അതല്ലേ? നിങ്ങൾ ആലോചിക്കൂ. ഇപ്പോൾ മറ്റൊരു നേതാവ് പറഞ്ഞു 2018 കേസിന് നിങ്ങൾക്ക് അപ്പീൽ പോകാൻ കഴിയുമോ? കോടതിയിൽ വരട്ടെ, അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവാം. പക്ഷേ സർക്കാർ ഇതിന് അപ്പീൽ പോകുമ്പോൾ അതിന് പിന്നിലൊരു രാഷ്ട്രീയമായിട്ടുള്ള കൗശലം മറുപക്ഷത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സമുദായ രാഷ്ട്രീയത്തിൻ്റെ സമവാക്യമാണ്. അവിടെ ഇതാണ് പറയാൻ കഴിയുക. കുട്ടി നിനക്ക് ഏത് സ്കൂളിൽ പഠിക്കണോ, ഒരു സ്പെഷ്യൽ ഉത്തരവിലൂടെ ഞാനത് സാധിച്ചു തരാം. ഏത് എയ്ഡഡ് സ്കൂളിലും ഏത് പൊതുവിദ്യാലയത്തിലും അത് സാധ്യമാകുമെന്നൊരു വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് ഒരു പ്രാദേശികമായിട്ട് തന്നെ നേതാക്കൾ ഇത് പരിഹരിച്ച വിഷയമാണെന്നാണ്. സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈബി ഈഡനും DCC പ്രസിഡന്റും പോയി എന്താണ് തീരുമാനിച്ചത്? ഹിജാബ് ധരിക്കാതെ ആ കുട്ടിക്ക് സ്കൂളിൽ വന്നാൽ കുഴപ്പമില്ല എന്നുള്ളതല്ലേ? അക്ഷരാർത്ഥത്തിൽ അത് ആരുടെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്? അത് ആ PTA പ്രസിഡന്റിന്റെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്തതല്ലേ? കാസയിൽ നിന്ന് NPP ആയിട്ട് മാറിയ PTA പ്രസിഡന്റിലെ യഥാർത്ഥത്തിൽ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്, ഈ കുട്ടിയുടെ താല്പര്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്, ഹിജാബ് ധരിക്കാതെ ആ കുട്ടിയെ സ്കൂളിൽ വിടാൻ അങ്ങനെയാണെങ്കിൽ ആ സ്കൂൾ സ്വീകരിക്കുമെന്നുള്ളതറിയാം. പക്ഷേ ആ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും ഈ വിശാലമായ ആശയം അവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് വേണ്ടിയിരുന്നത്. ഞാൻ ആ ഇടപെടലിനെ തള്ളിക്കളയുന്നില്ല. കാരണം ഈ പ്രശ്നം ഊതി വീർപ്പിക്കാതിരിക്കാൻ, തീ പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ജനപ്രതിനിധികളുടെ ഇടപെടലാണ്. പക്ഷേ KPCC അധ്യക്ഷൻ പറയുന്നത് പോലെയല്ല, അവിടെ ആ പ്രശ്നം പരിഹരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തീപിടിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നതും ശരിയായ തീരുമാനമല്ല. ഇനി നാളെ നടക്കാൻ പോകുന്ന സമസ്തയുടെ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്നത്, തട്ടത്തിൻ മറയത്തെ വർഗീയത, ആ പേര് തന്നെ വളരെ ഭയപ്പെടുത്തുന്ന പേരാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു സമുദായം ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, എത്രയെത്ര ക്രൈമുകൾ നമ്മൾ കാണുന്നു. ആ കുറ്റവാളികളിൽപ്പെട്ടവരുടെ പേരുകളും അവരുടെ വിശ്വാസങ്ങളും ആരെങ്കിലും തികയാറുണ്ടോ? ഇത് നമ്മളുടെ നാട്ടിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ്, നമ്മുടെ നാട്ടിൽ സംഭവിച്ചു പോയ ഒരു വലിയ തെറ്റാണ്. ആ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം നമുക്ക് അവർക്ക് കൊടുക്കാമെന്നതല്ലാതെ അത് വലിയ ചർച്ചയായി ഊതിപ്പെരിപ്പിച്ച് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെല്ലാം അങ്ങനെയാണ് എന്ന മട്ടിൽ വരുത്തി തീർക്കാൻ എന്ന രീതിയിൽ ആ ചർച്ച പോകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏതെങ്കിലും തരത്തിൽ അരക്ഷിതാവസ്ഥ ഒരു മൈനോറിറ്റി വിഭാഗത്തിന് തോന്നിയാൽ ആ രാജ്യത്ത്, ആ സമൂഹത്തിൽ
ജനാധിപത്യം എന്നുള്ളത് പടിയിറങ്ങിപ്പോകുമെന്നതാണ് വാസ്തവം. ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ജയിച്ചയാളെക്കുറിച്ച്, ഭൂരിപക്ഷത്തിൻ്റെ പ്രതിനിധിയെക്കുറിച്ചുള്ള ആവേശത്തോടു കൂടിയുള്ള ഓർമ്മകളല്ല. പകരം തോറ്റുപോകാൻ ഒരാൾ അവിടെയുണ്ട് എന്നുള്ളതും തോറ്റുപോയ ഒരാളെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ്, എണ്ണത്തിൽ കുറഞ്ഞു പോയ ഒരാൾ അവിടെയുണ്ട് എന്നുള്ള ഒരു തോന്നലിൻ്റെ പേരാണ്, അയാളെ കൂടി പരിഗണിക്കണം എന്നുള്ളതിൻ്റെ പേരാണ് ജനാധിപത്യം. എപ്പോഴും ഗാന്ധി പറയുന്ന വാക്കുകളുണ്ട് താലിസ്മാനിൽ, നിങ്ങൾക്ക് എപ്പോഴും ആശയക്കുഴപ്പം ഒരു കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. സമൂഹത്തിൽ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുമോ എന്നറിയുക. ഒന്ന് മാറ്റിയാൽ നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായ, എണ്ണം കൊണ്ട് കുറവായ ഒരു മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത് മാറ്റിവെക്കാമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കിടക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ പ്രവാചകൻ ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. അതല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇത് ഉണ്ടാവില്ല. ദൈവം ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ സാത്താന്മാരിയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വേണമോ എന്നുള്ളത് വിശാലമായൊരു ചോദ്യമാണ്. അത് നമുക്ക് മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യാം. ഇവിടെ വന്ന് നമ്മൾ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് മാത്രം പറഞ്ഞല്ല പോകേണ്ടത്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ സങ്കല്പം എന്ന് പറയുന്നത് ഈ പണിശാലകളിലും വായനശാലകളിലും കലാലയങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് ആരും വരാതിരിക്കുക, അവിടെ ആ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി പഠിക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യട്ടെ എന്നുള്ളതാണ്. തിരിച്ചറിവെത്തി എന്ന് ബോധ്യമാവുന്ന ഘട്ടത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ കഴിയണം. നമ്മൾ പണ്ട് തോറ്റുപോയത്, നേരത്തെ ജിമ്മി പറഞ്ഞ മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകം പിൻവലിക്കേണ്ടി വന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അന്ന് നമ്മൾ തോറ്റുപോയതാണ്. വീണ്ടും ഒരിക്കൽ കൂടി തോറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അച്ഛൻ്റെ പേര് അൻസാർ എന്നും അമ്മയുടെ പേര് ലക്ഷ്മി ദേവി എന്നും കേൾക്കുമ്പോൾ ഹെഡ് മാസ്റ്ററുടെ മുഖം ഇങ്ങനെ തലയുയർത്തി നോക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. മനോഹരമായ ആശയമാണ്. അവൻ ഇഷ്ടപ്പെട്ട പേര് അവൻ സ്വീകരിച്ചോട്ടെ, അവൻ ഇഷ്ടപ്പെട്ട മതം അവൻ സ്വീകരിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു യുക്തിയുണ്ട്. ആ യുക്തിയിലേക്കൊക്കെ നമ്മുടെ സമൂഹം വളരണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഈ സ്കൂളുകളെയും ഈ കുട്ടികളെയും അതിന് ആരും കരുവാക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. ഛിദ്രശക്തികൾ പല വേഷങ്ങളിൽ പല രൂപങ്ങളിൽ ഇപ്പോഴും രണ്ടറ്റത്തുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഹിജാബ് വിവാദം തുടരുകയാണോ എന്ന് ചോദിച്ചാൽ തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. യെസ് എന്ന് 4. Meet the editors.